ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമേറിയ അർത്ഥത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ പുസ്തകമാണ് നമ്മൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ചില മുന്നറിവുകൾ അനിവാര്യമാണ്. അത്തരത്തിലുള്ള മുന്നറിവുകളാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ കണ്ട് തീർന്നത്. ഈ പുസ്തകത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഹ്രസ്വമായി നമ്മൾ കണ്ടു. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ്, രചനാകാലം, പുസ്തകത്തിൻ്റെ ഉറവിടങ്ങൾ എന്നിവയെ സംബന്ധിച്ചെല്ലാം വളരെ ഹ്രസ്വമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മക്കബായരുടെ ഒന്നാമത്തെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാം. പതിനാറ് അധ്യായങ്ങളുള്ള മക്കബായരുടെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ മക്കബായരുടെ പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ മഹാനായ അലക്സാണ്ടറിനെ കുറിച്ച് വിവരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഗ്രീക്ക് ഭരണകാലത്തിൻ്റെ ആരംഭം നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാം അധ്യായത്തിൻ്റെ 10 മുതൽ 64 വരെയുള്ള തിരുവചനങ്ങളിൽ മക്കബായ വിപ്ലവം ആരംഭിക്കുന്നതിൻ്റെ ചരിത്രം സൂചിപ്പിക്കുകയാണ്, വ്യക്തമാക്കുകയാണ്. രണ്ടാം അധ്യായം മുഴുവൻ, രണ്ടാം അധ്യായത്തിൻ്റെ 1 മുതൽ 70 വരെയുള്ള തിരുവചനങ്ങളിൽ മത്താത്തിയാസ് എന്ന പുരോഹിതൻ്റെ നേതൃത്വത്തിലുള്ള മക്കബായ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നു. മൂന്നാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വരെയുള്ള ഭാഗത്ത് യൂദാസ് മക്കബേയൂസ് നടത്തുന്ന പടയോട്ടത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 12-ാം അധ്യായത്തിൻ്റെ 53 വരെയുള്ള തിരുവചന ഭാഗത്ത് യോനാഥാൻ, മത്താത്തിയാസിൻ്റെ പുത്രനും യൂദാസ് മക്കബേയൂസിൻ്റെ സഹോദരനുമായ യോനാഥാൻ യൂദാസ് മക്കബേയൂസിൻ്റെ മരണത്തിന് ശേഷം നേതൃത്വം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും ഭരണം നടത്തുന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുകയാണ്. 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 16-ാം അധ്യായത്തിൻ്റെ 17 വരെയുള്ള തിരുവചന ഭാഗത്ത് ജോനാഥാന് ശേഷം ജോനാഥാൻ്റെയും യൂദാസ് മക്കബേയൂസിൻ്റെയും സഹോദരൻ കൂടിയായിരുന്ന ശിമയോൻ നേതൃത്വം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, 16-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിൽ ശിമയോൻ്റെ പുത്രൻ യോഹന്നാൻ ഭരണമേറ്റെടുക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. ഇത്രയും കാര്യങ്ങളാണ് മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 1 മക്കബായർ എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. നമുക്ക് 1 മക്കബായർ എന്ന പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? കുറച്ചുകൂടി വ്യക്തതയിൽ മനസ്സിലാക്കാനായി ഇതിൻ്റെ ഉള്ളടക്കത്തെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടൊന്ന് തിരിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1 മക്കബായർ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളിൽ തീർച്ചയായും മഹാനായ അലക്സാണ്ടറിനെ കുറിച്ചും ഗ്രീക്ക് ഭരണത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1 മക്കബായർ 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന രാജാവിനെക്കുറിച്ചും നിയമനിഷേധകരായ വ്യക്തികളെക്കുറിച്ചുമൊക്കെ സൂചനകൾ ലഭിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് ഈജിപ്ത് പിടിച്ചടക്കുന്ന ചരിത്രമാണ് വിവരിച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് ജെറുസലേമിൽ
പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. 29 ഒന്നാം അധ്യായത്തിൻ്റെ 29 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദാ നഗരങ്ങളിൽ നടക്കുന്ന കടുത്ത മതമർദ്ദനങ്ങളെക്കുറിച്ച് പറയുന്നു. ഒന്നാം അധ്യായത്തിൻ്റെ 41 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങളിൽ മതനിരാസത്തിന് വേണ്ടിയുള്ള രാജശാസനങ്ങൾ പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ 51 അധ്യായത്തിൻ്റെ 52 മുതൽ 64 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദായുടെ മേൽ അത്യുഗ്രമായ മതമർദ്ദനങ്ങൾ അഴിച്ചുവിടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയം സാധിക്കുമെന്ന് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. മക്കബായരുടെ ഒന്നാം പുസ്തകം വായിച്ച് നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും പുസ്തകം ഒന്ന് കയ്യിലെടുക്കാം. നമുക്ക് 1 മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 1 അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ ഈ സമയം വായിക്കാം. മഹാനായ അലക്സാണ്ടർ, ഫിലിപ്പിൻ്റെ പുത്രനും മക്കദോനിയാക്കാരനുമായ അലക്സാണ്ടർ കിത്തീം ദേശത്ത് നിന്ന് വന്ന് പേർഷ്യക്കാരുടെയും മേദിയാക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണം ഏറ്റെടുത്തു. അതിനു മുൻപ് തന്നെ അവൻ ഗ്രീസിൻ്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി, രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി, അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു. ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോന്മത്തനായി സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവർ അവന് സാമന്തരായി. അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി. മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി. ചെറുപ്പം മുതലേ തൻ്റെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചു വരുത്തി അവർക്ക് താൻ മരിക്കുന്നതിന് മുൻപ് അവൻ രാജ്യം വിഭജിച്ചു കൊടുത്തു. 12 വർഷത്തെ ഭരണത്തിന് ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സേനാധിപന്മാർ താന്താങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി. അലക്സാണ്ടറുടെ മരണത്തിന് ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി. അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു. അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി. ചരിത്രപുരുഷനായ യവന രാജാവ്, ഗ്രീക്ക് രാജാവ്, മഹാനായ അലക്സാണ്ടറിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് മക്കബായരുടെ പുസ്തകം ആരംഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ഞാൻ ഇത്ര ദീർഘമായ ഒരു ചരിത്ര വിവരണം ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ നടത്തിയത് എന്ന്. ഈ മഹാനായ അലക്സാണ്ടറിനെ കുറിച്ചുള്ള വിവരണം ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന ചരിത്രത്തിൻ്റെ ആധികാരികത വ്യക്തമാക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെല്ലാം ചരിത്രപരമാണ്. ചരിത്ര പുസ്തകങ്ങൾക്കെല്ലാം ചരിത്രപരമായ ആധികാരികതയുണ്ട്. കേവലം ഭാവനയിൽ നിന്ന് എഴുതപ്പെട്ട ചരിത്രമല്ല ഇത്. സമകാലിക സെക്കുലർ ഹിസ്റ്ററിയുമായി ചേർത്ത് വായിക്കപ്പെടാവുന്ന ചരിത്രമാണ്. സത്യത ഉള്ള ചരിത്രമാണ് ഗ്രന്ഥകാരൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. കിത്തീം സ്വദേശിയായിട്ടാണ് അലക്സാണ്ടറിനെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വദേശം കിത്തീം ആണ് എന്ന് പറയുന്നു. ഫിലിപ്പിൻ്റെ പുത്രനും മക്കദോനിയാക്കാരനുമായ അലക്സാണ്ടർ കിത്തീം ദേശത്ത് നിന്ന് വന്ന് പേർഷ്യക്കാരെയും മേദിയാക്കാരുടെയും രാജാവായിരുന്ന ദാരിയൂസിനെ കീഴടക്കി ഭരണം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്.
എന്താണ് ഈ കിത്തീം? നോഹയുടെ പുത്രൻ യാഫത്തിൻ്റെ പിന്മുറക്കാരായിട്ടാണ് കിത്തീം സ്വദേശികൾ അറിയപ്പെടുന്നത്. സൈപ്രസ് എന്ന നാടിൻ്റെ അപരനാമമാണ് കിത്തീം. അപ്പോൾ സൈപ്രസ് എന്ന നാട്ടിൽ നിന്ന് നോഹയുടെ പുത്രൻ യാഫത്തിൻ്റെ പിന്മുറക്കാരിൽ നിന്ന്, അവരുടെ നാട്ടിൽ നിന്ന് ആണ് മഹാനായ അലക്സാണ്ടർ വരുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നു. അലക്സാണ്ടർ എന്ന രാജാവിൻ്റെ, ചക്രവർത്തിയുടെ വിജയങ്ങളെല്ലാം അസൂയാവഹമായിരുന്നു. എത്രയെത്ര സാമ്രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. യവന സാമ്രാജ്യം അദ്ദേഹത്തിൻ്റേതായിരുന്നു. പേർഷ്യൻ സാമ്രാജ്യത്തെ അദ്ദേഹം കീഴ്പ്പെടുത്തി. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാനിലെ പഞ്ചാബ് സമതലം വരെ കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സംഭവബഹുലമായ ജീവചരിത്രം ഹ്രസ്വമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. കാരണം എങ്കിൽ മാത്രമാണ് അലക്സാണ്ടറിൻ്റെ ദിഗ്വിജയങ്ങളെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇവിടെ കാണുന്ന ചാർട്ടിൽ നിങ്ങൾക്ക് അലക്സാണ്ടറുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കാണാൻ സാധിക്കും. BC 356 ആണ് അലക്സാണ്ടർ ജനിക്കുന്നത് മാസിഡോണിയയിൽ. ഗ്രീക്ക് രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമൻ്റെയും ഒളിമ്പിയാസ് രാജ്ഞിയുടെയും മകനായിട്ടാണ് അലക്സാണ്ടർ ജനിക്കുന്നത്. BC 343 340 കാലയളവിൽ പ്രസിദ്ധനായ തത്വജ്ഞൻ, ഗ്രീക്ക് തത്വജ്ഞൻ അരിസ്റ്റോട്ടിലിൻ്റെ ശിഷ്യനായിട്ട് അലക്സാണ്ടർ പഠനം നടത്തിയിട്ടുണ്ട്. തത്വശാസ്ത്രം, രാഷ്ട്രമീമാംസ, സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നൈപുണ്യം നേടുന്നത് അരിസ്റ്റോട്ടിൽ എന്ന മഹാനായ ഗുരുവിൻ്റെ കീഴിലാണ്. BC 338 കൊറോണിയ എന്ന സ്ഥലത്ത് വെച്ചൊരു യുദ്ധം നടക്കുന്നു. ഈ യുദ്ധത്തിൽ അലക്സാണ്ടർ ആദ്യമായി തൻ്റെ പിതാവ് ഫിലിപ്പിനോടൊപ്പം യുദ്ധ മുന്നണിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം 336 BC അദ്ദേഹം മാസിഡോണിയയുടെ രാജാവായിട്ട് മാറുന്നു. പിതാവിൻ്റെ കൊലപാതകത്തിന് ശേഷം പിതാവ് കൊല്ലപ്പെട്ടപ്പോൾ 20 വയസ്സ് മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം മാസിഡോണിയയുടെ രാജാവായിട്ട് മാറുന്നത്. 20-ാം വയസ്സിൽ സിംഹാസനം ഏറ്റെടുത്തു. 335 BC തീബ്സ് നശിപ്പിച്ച് ഒരു കലാപത്തെ അടിച്ചമർത്തുന്ന അലക്സാണ്ടർ നമ്മൾ കാണുന്നു. 334 BC ഗ്രാനിക്കസ് യുദ്ധം, അവിടെ വെച്ചാണ് പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ അദ്ദേഹം ആദ്യമായിട്ടൊരു വിജയം നേടുന്നത്. 333 BC ഈസൂസ് യുദ്ധം, അവിടെ വെച്ചാണ് പേർഷ്യൻ രാജാവായിരുന്ന ദാരിയൂസിനെ കൊലപ്പെടുത്തി പരാജയപ്പെടുത്തി അദ്ദേഹം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപൻ കൂടിയായി മാറുന്നത്. 332 BC ടൈർ പിടിച്ചെടുക്കുന്നു, ഈജിപ്ത് കീഴടക്കുന്നു, അവിടെയെല്ലാം നിരവധി നഗരങ്ങൾ സ്ഥാപിക്കുന്നു. ഈജിപ്തിലെ അലക്സാൻഡ്രിയ ഉൾപ്പെടെ അദ്ദേഹം സ്ഥാപിക്കുന്നത് ഈ 332 BC 331 BC ഗൗഗമലെ യുദ്ധം, അവിടെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ നിർണായകമായ പരാജയം സംഭവിക്കുന്നു. അക്കാലത്തെ ഇന്ത്യ വരെ എത്തി നിൽക്കുന്ന വിശാലമായ പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ അയാളുടെ കയ്യിലാകുന്നു. 330 BC പെർസോപോളിസ് എന്ന സ്ഥലം എന്ന നഗരത്തെ കത്തിക്കുന്നു, അതിൻ്റെ എല്ലാം നേതൃത്വം ഏറ്റെടുക്കുന്നു. 327 326 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര നടത്തുന്നത്. അക്കാലത്തെ ഇന്ത്യയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഒക്കെ ഭാഗമായ അക്കാലത്തെ ഇന്ത്യയിലേക്ക് യാത്ര നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പോറസ് എന്ന് പറയുന്ന അക്കാലത്തെ രാജാവിനെ
അദ്ദേഹം യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു. 326 തുടർന്ന് വീണ്ടും ഇന്ത്യയുടെ ഉൾഭാഗങ്ങളിലേക്ക് കടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം നിലച്ചു പോകുന്നു. കാരണം പട്ടാളക്കാരെല്ലാം ക്ഷീണിതരായതുകൊണ്ട് മുൻപോട്ടുള്ള ആ ഒരു പ്രയാണം നിർത്തി അദ്ദേഹം തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. പോകും വഴി 324 പഴയ പേർഷ്യൻ സാമ്രാജ്യത്തെ തലസ്ഥാനമായ സൂസായിൽ വെച്ച് ഒരു വലിയ വിവാഹം നടക്കുന്നു. മാസിഡോണിയയിലെ ഉദ്യോഗസ്ഥന്മാർ പേർഷ്യൻ രാജകുമാരിമാരൊക്കെ തമ്മിലുള്ള വലിയ ഒരു വിവാഹങ്ങൾ നടക്കുന്നു. പക്ഷേ അലക്സാണ്ടർ എന്ന രാജാവ് വിവാഹം കഴിച്ചോ എന്നതിനെക്കുറിച്ച് ചരിത്രപരമായിട്ടുള്ള വ്യക്തതയില്ല. പക്ഷേ അവിടെ വെച്ച് അനേകം മാസിഡോണിയക്കാർ, ഗ്രീക്കുകാർ പേർഷ്യൻ രാജകുമാരിമാരെ വിവാഹം കഴിക്കുന്നതിൻ്റെ ചരിത്രമുണ്ട്. BC 323 അദ്ദേഹം മരണപ്പെടുകയാണ്. അധികാരത്തിൻ്റെ ഉച്ചകോടിയിലെത്തി നിൽക്കുമ്പോൾ കേവലം 32 വയസ്സ് ഉള്ളപ്പോൾ, ഭരണമേറ്റെടുത്ത് 12 വർഷം കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലം അയാൾ ഭരണമേറ്റെടുത്ത വർഷം കൂടി ചേർത്ത് കൂട്ടിയാൽ 13 വർഷങ്ങൾ മാത്രമാണ്. ഈ 13 വർഷത്തിനിടയിൽ അലക്സാണ്ടർ മാസിഡോണിയയിൽ നിന്ന് ഇന്ത്യ വരെയുള്ള വിശാലമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. ശക്തമായ പേർഷ്യൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി നിരവധി നഗരങ്ങൾ സ്ഥാപിച്ചു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സംസ്കാരങ്ങളെയെല്ലാം സംയോജിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ഗ്രീക്ക് ഭാഷ അതിൻ്റെ വ്യാപനത്തിന് വേണ്ടി, ഗ്രീക്ക് സംസ്കാരം അതിൻ്റെ വ്യാപനത്തിന് വേണ്ടിയൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയ വ്യക്തിയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടർ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം കെട്ടിപ്പടുത്ത വിശാലമായ ഗ്രീക്ക് സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ 4 ജനറൽമാർ, സൈന്യാധിപന്മാർ അവർക്കായി വിഭജിക്കപ്പെടുകയാണ്. അതേസമയം യവന സംസ്കാരം ഈ 4 സൈന്യാധിപന്മാരും അവരുടെ പിന്തുടർച്ചക്കാരിലൂടെയും തുടർന്നുകൊണ്ടും ഇരുന്നു. മഹാനായ അലക്സാണ്ടർ മരണമടഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ 4 ജനറൽമാർ, സൈന്യാധിപന്മാർ ഭരണമേറ്റെടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ജനറൽമാരുടെ പേരുകൾ, ഒന്നാമത്തെ ആൾ ടോളമി ഒന്നാമനാണ്. അദ്ദേഹമാണ് ഈജിപ്തിൽ ടോളമേയിക് വംശം, ടോളമിയുടെ രാജവംശം ആരംഭിക്കുന്നത്. രണ്ടാമത്തെ ആളുടെ പേര് സെലൂക്കസ് എന്നായിരുന്നു. അദ്ദേഹമാണ് സെലൂക്കസ് ഒന്നാമൻ. അദ്ദേഹമാണ് ഏഷ്യയിൽ സെലൂസിഡ് സാമ്രാജ്യം സ്ഥാപിച്ചത്. മൂന്നാമത്തെ ആൾ അന്റിഗോണസ് എന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് പിന്നീട് അന്റിഗോണസ് രാജവംശം ഉണ്ടാകുന്നത്. അവസാനത്തെ ആൾ ലൈസിമാക്കോസ്, ത്രേസ് എന്ന സ്ഥലത്ത് ഒരു സ്വതന്ത്ര രാജ്യം അയാൾ സ്ഥാപിച്ചു. അങ്ങനെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടറിൻ്റെ മരണശേഷം ഭരണത്തിലെത്തിയ 4 ജനറൽമാർ, 4 സൈന്യാധിപന്മാർ, അവരിലൂടെ ഉണ്ടായ 4 രാജവംശങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ആൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടോളമി ഒന്നാമൻ. അദ്ദേഹം സൊത്തേർ എന്ന പേര് കൂടി സ്വയം സ്വീകരിച്ചിരുന്നു. രക്ഷകൻ, സോളമി ഒന്നാമൻ ദ സൊത്തേർ, രക്ഷകനായ സോളമി ഒന്നാമൻ എന്ന പേര് അയാൾ സ്വീകരിച്ചു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളൊക്കെ ഭരിച്ച പ്രദേശം എന്ന് പറയുന്നത് ഈജിപ്താണ് പ്രധാനമായിട്ടും. അതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ പൂർവ്വഭാഗത്ത് ചില സ്ഥലങ്ങളെല്ലാം അദ്ദേഹം ഭരണം നടത്തിയിട്ടുണ്ട്. ഈ രാജവംശം അറിയപ്പെടുന്നത് ടൊളമേയിക് രാജവംശം എന്ന പേരിലാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ രാജവംശത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് അലക്സാണ്ട്രിയയിൽ ഒരു ലൈബ്രറി, ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലൊരു പുസ്തകശാല, ഗ്രന്ഥശാല സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൊട്ടേർ, രക്ഷകൻ എന്ന പേര് സ്വയം സ്വീകരിച്ച
ഒരു രാജാവായിരുന്നു. ഗ്രീക്ക് ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളുടെ ഒരു സമന്വയം ഉണ്ടാക്കാനായിട്ട് ഇയാൾ ശ്രമിച്ചിരുന്നു. ഈ ടൊളമേയിക് രാജവംശം പിന്നീട് BC 30 ക്ലയോപാട്ര 7ാം ക്ലയോപാട്രയുടെ കാലം വരെ തുടർന്നിരുന്നു. രണ്ടാമത്തെ ജനറൽ, അദ്ദേഹത്തിൻ്റെ പേര് സെലൂക്കസ് ഒന്നാമൻ എന്നായിരുന്നു. അദ്ദേഹം മറ്റൊരു പേര് സ്വീകരിച്ച് നിക്കാറ്റോർ എന്ന പേര് കൂടി സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സെലൂസിഡ് രാജവംശം ഭരിച്ചിരുന്ന പ്രദേശം പ്രധാനമായിട്ടും മെസൊപ്പൊട്ടേമിയ, സിറിയ, പേർഷ്യ, ഏഷ്യ മൈനർ ഈ ഭാഗങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കബായരുടെ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാജവംശം ഈ സെലൂസിഡ് രാജവംശമാണ്. ഈ രാജവംശത്തിൻ്റെ പേര് സെലൂസിഡ് രാജവംശം, മലയാളത്തിൽ സെലൂക്കിയ രാജവംശം എന്ന് പറയും. അന്ത്യോക്യ, സെലൂക്കിയ തുടങ്ങിയ നിരവധി നഗരങ്ങളൊക്കെ സ്ഥാപിച്ചത് ഈ രാജവംശമാണ്. നിക്കാറ്റോർ എന്ന പേര്, വിജയി എന്നാണ് അതിൻ്റെ അർത്ഥം, സ്വയം സ്വീകരിച്ച രാജാവായിരുന്നു സെലൂക്കസ് നിക്കാറ്റോർ. ഇപ്സുസ് യുദ്ധത്തിൽ വെച്ച് ആൻറ്റിഗോണസിനെ ഇദ്ദേഹം മറ്റൊരു ജനറലിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. 63 BC വരെ ഇദ്ദേഹത്തിൻ്റെ രാജവംശം തുടരുന്നുണ്ട്. നാലാമത്തെ ആളുടെ പേര് അന്റിഗോണസ് ഒന്നാമൻ. മോണോഫ്താൽമസ് എന്ന പേരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. മോണോഫ്താൽമസ് എന്ന പേരിൻ്റെ അർത്ഥം ഒറ്റക്കണ്ണൻ എന്നാണ്. ഒഫ്താൽമോസ് എന്ന് പറഞ്ഞാൽ കണ്ണ്, മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ അന്റിഗോണസ് ഒന്നാമൻ, മോണോഫ്താൽമസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഫ്രിജിയ, ഏഷ്യ മൈനർ, സിറിയ എന്നീ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരും ഭരണം നടത്തിയിട്ടുണ്ട്. ആൻറ്റിഗോണിഡ് രാജവംശം എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജവംശം അറിയപ്പെട്ടത്. രാജാവ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അലക്സാണ്ടറിൻ്റെ പിൻഗാമിയായിരുന്നു ഇയാൾ. 81ാമത്തെ വയസ്സിൽ ഇപ്സുസ് എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധത്തിൽ ഇയാൾ കൊല്ലപ്പെടുന്നു. പിന്നീട് നാലാമത് വരുന്ന ജനറൽ, അയാളുടെ പേര് ലൈസിമാക്കൂസ് എന്നാണ്. ലിസിമാക്കസ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ത്രേസ്, ഏഷ്യ മൈനർ, മാസിഡോണിയ എന്നീ സ്ഥലങ്ങളിലെല്ലാം ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ലിസിമാക്കിയ എന്ന ഒരു നഗരം സ്ഥാപിക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചു കാലം മാസിഡോണിയയും ഏഷ്യ മൈനറും ഒക്കെ ഇയാൾ ഭരിക്കുന്നുണ്ട്. അങ്ങ് ചുരുക്കത്തിൽ അലക്സാണ്ടറിന് ശേഷം ഇവിടെ തിരുവചനം പറയുകയാണ്. 1 മക്കബായർ 1-ാം അധ്യായം 8-ാം വാക്യത്തിലെ 7-8 വാക്യങ്ങളിൽ പറയുന്നു, 12 വർഷത്തെ ഭരണത്തിന് ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സേനാധിപന്മാർ തങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടർന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആ സേനാധിപന്മാർ ആരൊക്കെയാണ് എന്ന്. ടോളമി, സെലൂക്കസ്, അന്റിഗോണസ്, ലിസിമാക്കുസ്. ഈ 4 ഭരണാധിപന്മാരും അവരുടെ പിന്തുടർച്ചയും അലക്സാണ്ടർ മരണത്തിന് ശേഷം അവർ സ്വയം കിരീടം ധരിച്ചു, രാജാക്കന്മാരായി. അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു. ഇനി അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി. ഈ ദുരിതങ്ങൾ പെരുകുന്നതിനെ സംബന്ധിച്ചാണ് ഇനി വരുന്ന വചനഭാഗം. പ്രത്യേകിച്ചും യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതകാലത്തെക്കുറിച്ചാണ് ഇനി വരുന്ന വചനഭാഗം പറയുന്നത്. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്ന വ്യക്തിയുടെ കഥയാണ് തുടർന്ന് പറയുന്നത്. നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വീണ്ടും കയ്യിലെടുക്കാം. 1 മക്കബായർ 1-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള തിരുവചനം നമുക്കൊന്ന് വായിക്കാം. അവരുടെ വംശത്തിൽപ്പെട്ട അന്ത്യോക്യസ് രാജാവിൻ്റെ പുത്രനായി തിന്മയുടെ വേരായ അന്ത്യോക്കസ് എപ്പിഫാനസ് ജനിച്ചു. ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിതമായതിൻ്റെ 137-ാം വർഷം ഭരണമേൽക്കുന്നതിന് മുൻപ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുൻപോട്ട് വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം. കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം അവർക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ആളുകൾ താൽപ്പര്യപൂർവ്വം രാജാവിൻ്റെ അടുക്കലെത്തി. വിജാതിയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്ക് അനുവാദം നൽകി.
അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായികാഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിൻ്റെ അടയാളങ്ങൾ അവർ മായ്ച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. അന്ത്യോക്കസ് എപ്പിഫാനസ് നാലാമൻ്റെ കഥ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം.